ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡിഗ്രി ഹെൽപ്പറിലോട്ട് സ്വാഗതം. തേർഡ് സെമസ്റ്ററിലെ കോംപ്ലിമെൻ്ററി കോഴ്സായിട്ടുള്ള ഇൻട്രൊഡക്ടറി എക്കണോമിക്സ് 2 എന്ന സബ്ജക്റ്റിലെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ്സാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ മൊഡ്യൂൾ വൈസായിട്ട് ഓരോ സെക്ഷൻ ബൈ ആയിട്ട്, അതായത് 2 മാർക്കിനും അതുപോലെ തന്നെ 5 മാർക്കിനും 10 മാർക്കിനും അങ്ങനെ നമ്മൾ ഓരോ സെക്ഷൻ വൈസായിട്ടായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2 മാർക്കിനുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കത് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് കടന്നാലോ. ഇപ്പോൾ ഒന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് പണവും ബാങ്കിങ്ങും നയങ്ങളും ധർമ്മങ്ങളും, അതായത് മണി ആൻഡ് ബാങ്കിങ് പോളിസീസ് ആൻഡ് ഫങ്ഷൻസ് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഈ ഒരു ചാപ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈ മൊഡ്യൂൾ എന്ന് പറയുന്നത് എന്താണ് പണമെന്നും പണവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. പണത്തിന് നിരവധി സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ നൽകിയിട്ടുള്ള നിർവചനങ്ങളും അതുപോലെ തന്നെ നമ്മുടെ പണത്തിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്നും പിന്നെ അതുപോലെ തന്നെ പണം കൊണ്ടുള്ള നമ്മുടെ സേവനങ്ങൾ അല്ലെങ്കിൽ പണത്തിൻ്റെ നയങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൽ ഏകദേശം നമുക്കെല്ലാം നോക്കിപ്പോകണം. കാരണം ഇതിൽ എല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നമുക്ക് പല ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് കണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫൈൻ മണി എന്നത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 2 മാർക്കിന് ഡിഫൈൻ മണി എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പണത്തിനെ കുറിച്ച് വ്യത്യസ്ത തരത്തിലുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ നിർവചനങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാൾക്കറും അതുപോലെ തന്നെ ജിയോഫ്രിയും അതുപോലെ തന്നെ ആരൊക്കെയാണ് മിൽട്ടൺ ഫ്രിഡ്മാനൊക്കെ തന്നെയും വോൾട്ടയർ ഇവരൊക്കെ തന്നെയും നമുക്ക് പണം എന്നതിന് ഒരു വ്യത്യസ്ത തരത്തിലുള്ള നിർവചനങ്ങളാണ് നമുക്ക് നൽകിയിട്ടുള്ളത് അല്ലേ. അതായത് ഇപ്പോൾ വാൾക്കർ തന്നെ പണം എന്താണോ ചെയ്യുന്നത് അതാണ് പണം എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫ്രഞ്ച് തത്വചിന്തകനായ വോൾട്ടയർ പറയുന്നത് എന്താണ്? പണമാണ് എല്ലാം, പണം കൊണ്ട് എന്ത് നേടാം എന്ന് ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ഡിഫൈനുകളാണ് പണത്തിനെ കുറിച്ച് നമുക്കുള്ളത് അല്ലേ. നമ്മുടെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് നമ്മുടേതായ ആവശ്യങ്ങളും അതുപോലെ തന്നെ നമ്മുടേതായ ആഗ്രഹങ്ങളൊക്കെ തന്നെ നിറവേറ്റാനായിട്ട് നമ്മളൊരു വിനിമയ ഉപാധിയായിട്ട് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ മൂല്യമായിട്ട് കണക്കാക്കുന്നത് എന്ന് പറയുന്നത് എന്താണ്? പണമാണ് അല്ലേ. അപ്പോൾ പണത്തിനെ കുറിച്ചിട്ട് നമുക്ക് ഡിഫൈൻ ചോദിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടേതായ ഒരു ഇതിൽ എഴുതാം. അതുപോലെ തന്നെ ഇവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും കൂടി നമ്മൾ ഉൾപ്പെടുത്തി എഴുതിയാൽ നമുക്ക് എന്താണ് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. പണം എന്താണോ ചെയ്യുന്നത് അതാണ് പണം അല്ലേ. പണം എന്താണോ ചെയ്യുന്നത് അതാണ് പണം. വിനിമയോപാധിയും അതുപോലെ തന്നെ വായ്പ തിരിച്ചടയ്ക്കുന്നതിനും നമ്മൾ പണം ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ മൂല്യത്തെ അളക്കാനായിട്ടും അതുപോലെ തന്നെ ശേഖരിക്കാനായിട്ടും നമ്മൾ പണം ഉപയോഗിച്ചു. പണം എന്നൊരു ആശയം വന്നു തുടങ്ങിയത് നമ്മൾ പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നു? പണം എന്നൊരു കാഴ്ചപ്പാട് അവിടെ ഉണ്ടായിരുന്നില്ല അല്ലേ. അതായത് ബാർട്ടർ സമ്പ്രദായമായിരുന്നു നിലനിന്നിട്ടുണ്ടായിരുന്നത്. ബാർട്ടർ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ എന്താണത്? അതായത് ഇപ്പോൾ കൈമാറ്റ കച്ചവടം, അതായത് സാധനങ്ങൾ തന്നെ ആയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നത്. അതായത് ഒരു കച്ചവടക്കാരൻ ഒരു കച്ചവടക്കാരൻ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു കച്ചവടക്കാരൻ നെല്ല് കൊടുക്കുകയാണെങ്കിൽ നെല്ല് ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ അയാൾ തിരിച്ച് മൺപാത്രങ്ങളോ അല്ലെങ്കിൽ മറ്റ് വസ്ത്രങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും കൊടുക്കുക. അതിനൊരു മൂല്യം എന്ന് പറയുന്നത് അതിനൊരു തിരിച്ച് നൽകൽ മാത്രമായിരുന്നു ബാർട്ടർ സമ്പ്രദായത്തിൽ നിലനിന്നത്. പിന്നീട് പണം വന്നപ്പോൾ അതെന്തായി? മൂല്യത്തിൻ്റെ ആ ഒരു വസ്തുവിൻ്റെ മൂല്യം നിർണ്ണയിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ നമ്മുടേതായ ശേഖരണം അല്ലേ, അതായത് ശേഖരിക്കുക, പണം നമ്മൾ ശേഖരിച്ച് വെക്കാൻ തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ ഓരോന്നിനും നമ്മൾ വില നിശ്ചയിക്കാൻ, വില എന്നൊരു ആശയം വന്നത് തന്നെ എന്താണ്? ഈ പണത്തിൻ്റെ ഉപയോഗം കൊണ്ട് എന്തെങ്കിലും വിനിമയോപാധിയായിട്ട് നമ്മൾ ഉപയോഗിച്ചത് കൊണ്ടാണ്. അപ്പോൾ എന്താണ് പണം എന്നുള്ള കാര്യത്തിൽ നമ്മൾ എഴുതേണ്ട കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് എന്താണ് പണച്ചുരുക്കം അതുപോലെ തന്നെ പണപ്പെരുപ്പം എന്ന് നമ്മൾ നോക്കാം. അതായത് സമ്പദ് വ്യവസ്ഥ, അതായത് സമ്പദ് വ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന 2 പ്രശ്നങ്ങളാണ് പണപ്പെരുപ്പവും പണച്ചുരുക്കവും. അപ്പോൾ ഈ പണപ്പെരുപ്പവും പണച്ചുരുക്കവും എന്ന് പറയുന്നത് നമ്മുടെ വിലയിലുണ്ടാകുന്ന മാറ്റമാണ്.
അതായത് സമ്പദ് വ്യവസ്ഥയിലെ വിലയിലുണ്ടാകുന്ന മാറ്റങ്ങളാണ് പണപ്പെരുപ്പവും അതുപോലെ തന്നെ പണച്ചുരുക്കവും അല്ലേ. അതായത് ഡിഫ്ലാഷൻ എന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാലും സമ്പദ് വ്യവസ്ഥയിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇത് രണ്ടും എന്താണ് നമുക്ക് ദോഷകരമായിട്ട് മാറാനുള്ള ചാൻസ് നമുക്കുണ്ട് അല്ലേ. അതായത് ഒരു രാജ്യത്തിൻ്റെ പണപ്പെരുപ്പവും ഒരു രാജ്യത്തിൻ്റെ പണച്ചുരുക്കവും അത് എന്തിനെ ബാധിക്കുന്നുണ്ട്, ആ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ പ്രതികൂലമായി ബാധിക്കാനുള്ള അവസരം ഉണ്ടാക്കുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി പണച്ചുരുക്കം എന്ന് പറഞ്ഞാൽ എന്താണ് പണച്ചുരുക്കം എന്ന് പറയുന്നത്? ഇപ്പോൾ പണച്ചുരുക്കം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഡിഫ്ലേഷൻ ഉണ്ടാകുന്ന സമയത്ത് എന്താണ് അവിടെ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ പണത്തിൻ്റെ മൂല്യം എന്താകുന്നുണ്ട്, വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. മൂല്യം വർദ്ധിക്കുക, അതായത് പണത്തിൻ്റെ മൂല്യം വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾ, അതായത് ഉൽപ്പന്നത്തിൻ്റെ നിലവാരം അവിടെ കുറഞ്ഞു. പക്ഷെ എന്താണ്, പണത്തിൻ്റെ മൂല്യം അവിടെ കൂടുതലായിരുന്ന സമയത്ത് എന്താണ്, തൊഴിലില്ലായ്മ വർദ്ധിക്കും. തൊഴിലില്ലായ്മ വർദ്ധിക്കുമ്പോൾ എന്താകും, രാജ്യത്തിൻ്റെ പുരോഗതി അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ അത് താറുമാറാക്കുന്നുണ്ട് അല്ലേ. മനസ്സിലായി? അതായത് പണത്തിൻ്റെ മൂല്യം വർദ്ധിക്കുകയും തൊഴിലില്ലായ്മ എന്നിവ രൂപപ്പെടുകയും ഉൽപ്പന്ന നിലവാരത്തിൻ്റെ താഴ്ച, പണത്തിൻ്റെ മൂല്യം വർദ്ധിക്കുന്നു, ഉൽപ്പന്ന നിലവാരത്തിൻ്റെ താഴ്ച ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ ഉണ്ടാവുക, തൊഴിലില്ലായ്മ ഉണ്ടാവും. അതാണ് പണച്ചുരുക്കം എന്ന് പറയുന്നത്. ഓക്കെ, പണച്ചുരുക്കത്തിൽ പണത്തിൻ്റെ മൂല്യം എന്താണ്, വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മുടെ പണപ്പെരുപ്പം എന്ന് പറഞ്ഞാൽ എന്താണ്? പണപ്പെരുപ്പം എന്ന് പറഞ്ഞാൽ ഈ സാധനങ്ങൾക്കൊക്കെ എന്താവുക, വില കൂടുക. സാധനങ്ങൾക്കെല്ലാം വില കൂടിയിട്ട്, അതായത് പണച്ചുരുക്കത്തിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് പണപ്പെരുപ്പം കേട്ടോ. അതായത് ഈ പണത്തിൻ്റെ മൂല്യം കുറയുകയും സാധനത്തിൻ്റെ വില കൂടുകയും ചെയ്യുക. ഇപ്പം നമുക്ക് ഈ സ്വർണ്ണം ഉണ്ടല്ലോ, ഈ സ്വർണത്തിന് എന്താണ്, നമുക്ക് എല്ലാ സമയത്തിനും അതിൻ്റെ പണത്തിൻ്റെ അതിൻ്റെ സാധനത്തിൻ്റെ വില കൂടുതലാണ് അല്ലേ. പക്ഷേ മൂല്യം എന്താണ്, പണത്തിൻ്റെ മൂല്യം എന്താണ്, കുറഞ്ഞു വരുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു അല്ലേ. എന്താണ് പണപ്പെരുപ്പം എന്നും പണച്ചുരുക്കം എന്നും മനസ്സിലായല്ലോ. അപ്പോൾ പണപ്പെരുപ്പത്തിന് ചില ഡെഫിനിഷൻ ഉണ്ട്, അതൊന്നും കൂടി നമുക്ക് നോക്കാം. പണത്തിൻ്റെ മൂല്യം താഴുന്ന അഥവാ വിലകൾ വർദ്ധിക്കുന്ന അവസ്ഥയാണ് പണപ്പെരുപ്പം. എന്താണ്? പണത്തിൻ്റെ മൂല്യം താഴുന്ന അഥവാ വിലകൾ വർദ്ധിക്കുന്ന അവസ്ഥയാണ് പണപ്പെരുപ്പം. പൊതു വില നിലവാരത്തിൽ ഉണ്ടാകുന്ന തുടർച്ചയായ വർധനവാണ് പണപ്പെരുപ്പം. എന്താണ്? പൊതു വില നിലവാരത്തിൽ ഉണ്ടാകുന്ന തുടർച്ചയായ വർധനവാണ് പണപ്പെരുപ്പം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വളരെയധികം പണം വളരെ കുറച്ച് വസ്തുക്കളെ പിന്തുടരുന്ന അവസ്ഥയാണ് പണപ്പെരുപ്പം. വളരെയധികം പണം, മനസ്സിലായോ? വളരെയധികം പണമാണ്, പക്ഷെ അത് വളരെ കുറച്ച് വസ്തുക്കളെ മാത്രം പിന്തുടരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ വസ്തുക്കൾക്കുണ്ടാവുന്ന വിലയിലുണ്ടാവുന്ന വർധനവിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ പണം ഉണ്ടല്ലോ, ഈ പണപ്പെരുപ്പം എന്ന് പറയുന്നത് വ്യത്യസ്ത തരത്തിലുള്ള പണപ്പെരുപ്പം ഉണ്ട്. അതായത് ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ ഉണ്ട്, വാക്കിംഗ് ഇൻഫ്ലേഷൻ ഉണ്ട്, റണ്ണിങ് ഇൻഫ്ലേഷൻ ഉണ്ട്, ഹൈപ്പർ ഇൻഫ്ലേഷൻ ഉണ്ട്, ഓപ്പൺ ഇൻഫ്ലേഷൻ ഉണ്ട്. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ഇൻഫ്ലേഷൻ, വ്യത്യസ്ത തരത്തിലുള്ള പണപ്പെരുപ്പം നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. നമ്മൾ പറഞ്ഞല്ലോ ഈ പണപ്പെരുപ്പം എന്ന് പറയുന്നതിന് അല്ലെങ്കിൽ ഈ പണപ്പെരുപ്പത്തിനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് പണപ്രദാനം, മണി സപ്ലൈ, അതുപോലെ തന്നെ പ്രതിരോധ ചെലവ്, ഡിഫൻസ് സ്പെൻഡിങ്, അതുപോലെ തന്നെ വായ്പാ സൃഷ്ടി, ലോൺ ക്രിയേഷൻ, പ്രകൃതിക്ഷോഭങ്ങൾ, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, അതുപോലെ തന്നെ യുദ്ധം അഥവാ വാറ്, പിന്നെ അതുപോലെ തന്നെ കമ്മിപ്പണ നയം, അതുപോലെ തന്നെ പൂഴ്ത്തിവയ്പ്, അങ്ങനെയുള്ള സംഭവങ്ങൾ കൊണ്ട്, അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് പണപ്പെരുപ്പം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് പറയുന്നത് അല്ലേ. അതുപോലെ തന്നെ ഈ പണപ്പെരുപ്പം നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ നമുക്കുണ്ട്. അതായത് പണപ്പെരുപ്പം നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായും രാജ്യത്തിൻ്റെ കേന്ദ്ര ബാങ്ക് നിയന്ത്രണ നടപടികളാണ് സ്വീകരിക്കുന്നത്. മനസ്സിലായോ? അതായത് ഈ പണപ്പെരുപ്പം കൂടുതലായി പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ സമ്പദ് വ്യവസ്ഥയെ തകിടം മറിക്കും എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ കേന്ദ്ര ബാങ്കും നിയന്ത്രണ നടപടികളൊക്കെ തന്നെയും സ്വീകരിക്കാറുണ്ട്. എന്തിന്? ഈ പണപ്പെരുപ്പം നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ അവലംബിക്കാറുണ്ട് എന്നാണ് പറയുന്നത്. അതായത്
നികുതി നടപടികളിലൂടെയും പണപരമായ നടപടികളിലൂടെയും അതുപോലെ തന്നെ മറ്റു നടപടികളിലൂടെയൊക്കെയാണ് എന്ത് സ്വീകരിക്കുന്നത്, അവർ ഈ പണപ്പെരുപ്പം നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കാറുള്ളത്. അപ്പോൾ ആരാണ് നിയന്ത്രിക്കുന്നത്? കേന്ദ്ര ബാങ്കാണ് സ്വീകരിക്കുന്നത്. കേന്ദ്ര ബാങ്ക് സ്വീകരിക്കുന്ന നടപടികളെയാണ് പണപരമായ നടപടികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബാങ്ക് നിരക്ക് വർദ്ധിപ്പിക്കുക, കരുതൽ ധനാനുപാതത്തിലെ വർധനവ് കൊണ്ടുവരിക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളിലൂടെയാണ് എന്താണ് പണപ്പെരുപ്പവും അതുപോലെ തന്നെ പണച്ചുരുക്കത്തിനെയൊക്കെ തന്നെയും ഒരു പരിഹാര മാർഗമായിട്ട്, പരിഹാര നടപടികളായിട്ട് കേന്ദ്ര ബാങ്ക് കൊണ്ടുവരുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ എന്താണ് ഡിഫൈൻ മണി എന്താണ് നോക്കി, അതുപോലെ തന്നെ പണച്ചുരുക്കം അല്ലെങ്കിൽ ഡിഫ്ലാഷൻ എന്താണെന്ന് നോക്കി, അതുപോലെ തന്നെ ഇൻഫ്ലാഷൻ അതായത് പണപ്പെരുപ്പം എന്താണെന്ന് നോക്കി, പണപ്പെരുപ്പം എങ്ങനെ നമുക്ക് പരിഹരിക്കാം, ആരാണ് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി 2 മാർക്കിന് പ്രത്യേകമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് CRR അതായത് കരുതൽ ധനാനുപാതം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ കരുതൽ ധനാനുപാതം എന്ന് പറയുന്നത് പണപ്രദാനത്തെ നിർണ്ണയിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് കരുതൽ ധനാനുപാതം എന്ന് പറയുന്നത്. അതായത് സോഴ്സസ് ഓഫ് മണി സപ്ലൈ, അതായത് പണപ്രദാനം നിർണ്ണയിക്കുന്ന ഒരു ഘടകമായിട്ട് നമുക്ക് കണക്കാക്കാവുന്നത് എന്താണ്? കരുതൽ ധനാനുപാതമാണ്. ഒരു രാഷ്ട്രത്തിലെ വാണിജ്യ ബാങ്കുകൾ അവയുടെ നിക്ഷേപത്തിൻ്റെ നിശ്ചിത ശതമാനം കേന്ദ്ര ബാങ്കിൽ കരുതലായി നിയമപരമായി സൂക്ഷിക്കുന്നതാണ് CRR അതായത് ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്. എന്താണ്? ഒരു രാഷ്ട്രത്തിലെ വാണിജ്യ ബാങ്കുകൾ അവയുടെ നിക്ഷേപത്തിൻ്റെ നിശ്ചിത ശതമാനം കേന്ദ്ര ബാങ്കിൽ കരുതലായി നിയമപരമായി സൂക്ഷിക്കുന്നതാണ് കരുതൽ ധനാനുപാതം അതായത് ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്. അതായത് വാണിജ്യ ബാങ്കുകൾ അവയുടെ നിക്ഷേപങ്ങളുണ്ടല്ലോ, ഒരു ശതമാനത്തിൻ്റെ ഒരു കണക്കിൽ എവിടെ സൂക്ഷിക്കും? നിയമപരമായിട്ട് കേന്ദ്ര ബാങ്കിൽ സൂക്ഷിക്കുന്നതാണ്. വാണിജ്യ ബാങ്കുകൾ കേന്ദ്ര ബാങ്കിൽ ഒരു നിശ്ചിത ശതമാനം മാറ്റിവെക്കാറുണ്ട് അല്ലേ? അതാണ് കരുതൽ ധനാനുപാതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കരുതൽ ധനാനുപാതത്തിൽ ഉണ്ടാകുന്ന വർധനവ് വാണിജ്യ ബാങ്കുകളുടെ അധിക കരുതൽ പണം കുറയുന്നതിനിടയാക്കും. ഇത് വാണിജ്യ ബാങ്കുകളുടെ വായ്പ സൃഷ്ടിക്കാനുള്ള കഴിവിനെ പ്രതികൂലമായി ബാധിക്കുന്നതിനാൽ പണപ്രദാനം കുറയും. മനസ്സിലായോ? അപ്പോൾ ഈ കരുതൽ ധനാനുപാതത്തിലൂടെ എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സമ്പദ് വ്യവസ്ഥയിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? പണപ്പെരുപ്പവും പണച്ചുരുക്കമാണ്. അതിനെയൊക്കെ നിയന്ത്രിക്കാനായിട്ട് പറ്റും. അതായത് പണപ്പെരുപ്പം പണച്ചുരുക്കം എന്ന് പറയുന്നത് പണപ്രദാനത്തെ നിർണ്ണയിക്കാനായിട്ട് ആർക്ക് സാധിക്കും? ഈ ഒരു കരുതൽ ധനാനുപാതത്തിന് സാധിക്കും. ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അതായത് എന്താണ് ഡിഫൈൻ മണി എന്ന് ഡിസ്കസ് ചെയ്തു, പണച്ചുരുക്കവും പണപ്പെരുപ്പവും ഡിസ്കസ് ചെയ്തു. ഈ പണപ്പെരുപ്പം നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ ആരാണ് കൊണ്ടുവരുന്നത്? കേന്ദ്ര ബാങ്കുകളാണ് കൊണ്ടുവരുന്നത്. അത് നികുതി നടപടികളായിട്ടും അതുപോലെ തന്നെ പൊതു നടപടികളായിട്ടും ഒക്കെ തന്നെയും അത് സ്വീകരിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? മറ്റ് നടപടികളായിട്ട്, അതായത് പണപരമായ നടപടികളായിട്ടും അതുപോലെ തന്നെ എന്താണ് നികുതി നടപടികളായിട്ടും മറ്റു നടപടികളായിട്ടൊക്കെ തന്നെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പണപ്പെരുപ്പത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ് യുദ്ധം, പ്രകൃതിക്ഷോഭം, വായ്പാ സൃഷ്ടി, അതുപോലെ തന്നെ എന്താണ് പൂഴ്ത്തിവയ്പ്, തൊഴിലില്ലായ്മ, ഇതൊക്കെ തന്നെ എന്താണ് പണപ്പെരുപ്പത്തിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളാണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ? പിന്നെ അതുപോലെ തന്നെ കരുതൽ ധനാനുപാതം എന്താണ് പറഞ്ഞത്? കരുതൽ ധനാനുപാതം എന്ന് പറയുന്നത് പണപ്രദാനം നിർണ്ണയിക്കുന്ന അല്ലെങ്കിൽ മണി സപ്ലൈ നിർണ്ണയിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് കരുതൽ ധനാനുപാതം അതായത് ക്യാഷ് റിസർവ് റേഷ്യോ അതായത് CRR എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇത് എവിടെയാണ്, ആരാണ് നിക്ഷേപിക്കുന്നത്? വാണിജ്യ ബാങ്കുകൾ ഒരു നിശ്ചിത ശതമാനം എവിടേക്കാണ് നിക്ഷേപിക്കുന്നത്? കേന്ദ്ര ബാങ്കിൽ കരുതലായി നിയമപരമായി സൂക്ഷിക്കുന്നതാണ് CRR എന്ന് പറയുന്നത്. CRR എന്തിനു സഹായിക്കുന്നു? നമ്മുടെ പണപ്പെരുപ്പത്തെയും പണച്ചുരുക്കത്തെയും സഹായിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതുമായി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൊണ്ട് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.